ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റാൽ വിത്ത് സോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദീപാവലി മേക്കപ്പ് ലുക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് കുറേ ഓവറായിട്ട് തോന്നില്ല, എന്നാൽ കുറച്ചൊക്കെ എന്താ പറയുക, കുറച്ചൊക്കെ ഇത്തിരി ഐ മേക്കപ്പിലൊക്കെ കുറച്ച് ഇത്തിരി ഗ്രാൻഡായിട്ടൊക്കെ ചെയ്തിട്ടുള്ള, പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. സോ വീഡിയോ കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാലേ ഞാൻ ഓരോ തവണ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് മിസ്സാതെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രാത്രി ഒരു 12:30 സമയത്താണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ലൈറ്റിങ്ങിലും എൻ്റെ ഒരു ഫേസ് അപ്പിയറൻസിലും ഇച്ചിരി ഡൾനെസ് എന്നാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആദ്യം തന്നെ എൻ്റെ ഫേസിൽ ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. ഇത് മാമാഅർത്തിൻ്റെ വൈറ്റമിൻ സി മോയ്സ്ചറൈസറാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ലിപ്പിൽ ലിപ് ബാം അപ്ലൈ ചെയ്യുകയാണ്. കാരണം ഇന്ന് ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, കുറച്ച് ഡ്രൈയിങ് ആണ്. സോ എന്തായാലും ലിപ്പ് പ്രെപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം ഞാൻ ഫേസിനൊന്ന് പ്രൈം ചെയ്ത് വയ്ക്കുകയാണ്. എൻ്റെ ടീ സോണിൽ പ്രൈം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മൗത്തിന് ചുറ്റുമുള്ള ഏരിയയിൽ ഞാനൊന്ന് ജസ്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് കേട്ടോ. നല്ലൊരു പ്രൈമറാണ്, നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൈമറാണ്. അപ്പോൾ നന്നായിട്ട് എൻ്റെ ടീ സോണിലും അതുപോലെ തന്നെ ടീ സോണിൽ നിന്ന് ബാക്കിയുള്ള ഏരിയയിലേക്കും ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഫുൾ ഫേസ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ടീ സോണിൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള ഫേസിൽ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഫുൾ ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ കൺസീലർ എടുക്കുകയാണ്. കൺസീലർ എടുത്തിട്ട് എൻ്റെ ഐ മേക്കപ്പാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. സോ എൻ്റെ കണ്ണിൽ ആദ്യം ഞാൻ കൺസീലർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഐബ്രോസും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. കാരണം ഞാൻ എൻ്റെ ഐബ്രോസ് പെർഫെക്റ്റ് ആയിട്ടൊന്നും ത്രെഡ് ചെയ്തിട്ടില്ല. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ത്രെഡിങ്ങിൻ്റെ ഒക്കെ ഒന്ന് ഫിനിഷ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഈ ഒരു ഔട്ട്ലൈൻ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഐബ്രോസിന് നമ്മുടെ ഐസിന് ഒരു എന്താ പറയുക, പ്രത്യേക ഒരു അട്രാക്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഐ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ കുറച്ചൊക്കെ ഹെവിയാന്ന് തോന്നിയാലും പക്ഷെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. സോ അതിന് തന്നെ ഞാൻ ആ ഒരു ബ്രൗൺ കളറിലെ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ക്രീസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ക്രീസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഔട്ടർ എൻ്റെ വീല് കുറച്ച് ഡാർക്കൺ ചെയ്ത് പോകുന്നുണ്ട്, ചെറുതായിട്ട്, വലുതായിട്ടല്ല. നിങ്ങൾക്ക് ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇത്തവണ ചെയ്തില്ല. ഞാൻ അധികം ഇതുപോലെ എന്താ പറയുക സ്പ്രെഡായി പോകുന്ന ഓർത്തില്ല. പക്ഷെ അത് ഓവറായിട്ട് സ്പ്രെഡായില്ല, എന്നാലും ഇച്ചിരി സ്പ്രെഡായി. അതിനുശേഷം കുറച്ചുകൂടെ ഡാർക്ക് ഒരു കോഫി കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഔട്ടർ വീല് കുറച്ച് ഡാർക്കൺ ചെയ്തിട്ട് അത് ഉള്ളിലോട്ട് ഞാൻ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതും രാത്രി ഒരു 11 മണിക്കാണ് കേട്ടോ. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിൽ ഉണ്ടായിരിക്കും, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. സോ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ മേക്കപ്പിൽ. അതിനുശേഷം ഞാൻ ഈ ഒരു എന്താ പറയുക, റോസ് ഗോൾഡ് അല്ല, ഒരു റോസ് ഷിമറി ഒരു ഐ ഷാഡോ ആണ് കേട്ടോ. അതെടുത്തിട്ട് ഞാൻ അതെൻ്റെ കണ്ണിൽ എൻ്റെ ഇന്നർ കോർണർ തൊട്ട് കണ്ണിൻ്റെ സെൻറ്റർ വരെയുള്ള ഭാഗത്ത് നന്നായിട്ട് അത് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തതിന് ശേഷം 2 കണ്ണിലും പതുക്കെ വെച്ച് കൊടുക്കുകയാണ്. ഞാനത് വളരെ സ്ലോ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മേക്കപ്പ് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബേസായിട്ട് മേക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാനും ഭയങ്കര പ്രോ ആയിട്ടുള്ള ആളല്ല, എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ ഇത്തിരി മേക്കപ്പ് ചെയ്യാൻ എനിക്കറിയാം. അതിനുശേഷം നമ്മുടെ ഏതൊരു സിമ്പിൾ ഐ മേക്കപ്പ് ലുക്കും കുറച്ച് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് ഐ ഷാഡോ എന്ന് പറയുന്നത്. ഇതൊരു ഷിമറി ഉള്ള ഗ്ലിറ്ററി ഒക്കെ ഉള്ള എന്താ പറയുക, ഗ്ലിറ്റേഴ്സ് ഉള്ള ഒരു ലിക്വിഡ് ഐ ഷാഡോ ആണ്. വളരെ ഒരു ചെറിയ എമൗണ്ട് ഞാൻ എൻ്റെ ഐസിൻ്റെ സെൻറ്ററിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനത് നന്നായിട്ട് എൻ്റെ ഫിംഗേഴ്സ് വെച്ച് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഗ്ലിറ്റർ ഐ ഷാഡോ ഒക്കെ കൂടുതൽ ഫിംഗേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതിനുശേഷം ഞാൻ സെയിം ഒരു ആ ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് എൻ്റെ ഔട്ടർ വി തൊട്ട് ഉള്ളിലോട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഹാഷ് ലൈനും ഒരു എന്താ പറയുക എടുത്ത് വെച്ചിരിക്കുന്ന രീതിയിലൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ചുമ്മാ ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഐബ്രോസിലായിട്ട് കിടക്കുകയാണ്. ഐബ്രോസിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐബ്രോ പൗഡറാണ്. നല്ലൊരു ഐബ്രോ പൗഡറാണ്. നിങ്ങൾക്ക് ഒട്ടും ഐബ്രോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പെൻസിൽ വെച്ച് വരയ്ക്കാനൊന്നും വലിയ ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് കിഡിലനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പിന്നെ ഓവറായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ ഐബ്രോസ് ഓൾറെഡി നല്ല തിക്കാണ്. സോ അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഫില്ലിങ് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്പൂലി വെച്ചിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഈവൻ ഔട്ട് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ
ഒരുപാട് ഡ്രാമാറ്റിക് ലുക്ക് വരത്തില്ല, എന്നാൽ കുറച്ച് എന്താ പറയുക പോപ്പ് ചെയ്ത് നിൽക്കുകയും ചെയ്യും നമ്മുടെ ഐബ്രോസ്. അതിനുശേഷം എൻ്റെ ബ്രൗ ബോണിൻ്റെ അവിടെയും അതേപോലെ ഇന്നർ കോർണറിലും ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുകയാണ്. ഇതെൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇത് ഇച്ചിരി ഗോൾഡനിഷ് കളറിലുള്ള ഹൈലൈറ്റർ ആണ്, പക്ഷേ ഇത് ഭയങ്കര ചങ്കി ഗ്ലിറ്റേഴ്സാണ് ഇതിനകത്തുള്ളത്. എന്നാലും എനിക്കിഷ്ടമാണ്, നല്ല തിളങ്ങിയിരിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ഐലൈനർ വരച്ചു കൊടുക്കുകയാണ്. ഐലൈനർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസസ് കാനഡയുടെ മാഗ്നറ്റൈസ് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ എളുപ്പമാണ് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറിയൊരു എന്താ പറയുക വിങ് ലൈനറാണ് വരയ്ക്കുന്നത്. എനിക്ക് ഒരുപാട് ഇങ്ങനെ ഡ്രാമാറ്റിക് വിങ് ലൈനർ വരയ്ക്കുന്നത് വലിയ ഇഷ്ടമല്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ഫേക്ക് ലാഷസ് യൂസ് ചെയ്തിട്ടില്ല. ഫേക്ക് ലാഷസ് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള വീഡിയോ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതോടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ആദ്യം എടുത്ത ഡാർക്ക് ബ്രൗൺ ഉണ്ടല്ലോ, രണ്ടാമതെടുത്ത ഡാർക്ക് ബ്രൗൺ കളർ എൻ്റെ ലോവർ ലാഷ് ലൈനിലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു കംപ്ലീറ്റ് വരാൻ വേണ്ടി, ഐക്ക് ഒരു കംപ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഫേസിലോട്ട് പോവാണ്. ഫേസിൽ ഞാൻ ഓൾറെഡി നമ്മുടെ മോയ്സ്ചറൈസറും അതുപോലെ പ്രൈമറും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോട്ടോഫോക്കസ് ഫൗണ്ടേഷനാണ്. ഇതൊരു ഗോൾഡൻ കളറുള്ള ഫൗണ്ടേഷനാണ്. എൻ്റെ ഒരു സ്കിന്നിന് കറക്റ്റാണ്. പിന്നെ ഞാൻ മൂന്നാറൊക്കെ പോയ സമയത്ത് നന്നായിട്ട് സൺ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീൻ എടുക്കാതെയാണ് പോയത്. സോ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ചിപ്പോൾ ഇത് ഇത്തിരി ലൈറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈറ്ററാണോ ഡാർക്കറാണോ അതോ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഫുൾ ഈ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി ഇഷ്ടം ഈ ഒരു ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടെയൊക്കെ എനിക്ക് ഈസി ആയിട്ടിരിക്കും ഇത് വെച്ച് ബ്ലെൻഡ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നന്നായിട്ട് ഫുൾ ഫേസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെയിം നമ്മുടെ മെയ്ബിലിൻ്റെ കോമ്പാക്റ്റ് വെച്ചിട്ട് സൂപ്പർ ഫ്രഷ് കോമ്പാക്റ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് വിടുന്നതേ ഉള്ളൂ. കാരണം ഒരുപാട് ഇങ്ങനെ ഞാൻ ബേക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്. സോ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര കുറച്ച് കേക്കി ആവാൻ കാരണമാക്കും. അതിനുശേഷം നേരെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുമായിരുന്നു. ബ്ലഷും ഹൈലൈറ്ററും മാത്രം ഇട്ടാൽ മതി എന്ന് ഓർത്തതാണ് ഞാൻ. പിന്നെ ഓർത്തു കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക ഫെസ്റ്റീവ് ലുക്കല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇത്തിരി കോണ്ടോർ ചെയ്തേക്കാം എന്ന് ഓർത്തിട്ട് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ബാലറ്റ് എടുത്തിട്ട് അതിലെ ആ ഒരു കോണ്ടോർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കൃതാവിൻ്റെ ഏരിയയുടെ അവിടെ മാത്രം അപ്ലൈ ചെയ്തിട്ട് ആ ഹെയറിൻ്റെ അങ്ങോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ കോണ്ടോർ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നോസിൽ ഒഴിച്ച് ബാക്കി നമ്മുടെ ഈ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിലോട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക നാച്ചുറൽ ലുക്കായിരിക്കും വരുന്നത്. പിന്നെ നോസും ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ടൊന്ന് വളരെ ലൈറ്റ് ഹാൻഡായിട്ടൊന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട്. അഗെയിൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് ടു മൈ ബ്ലഷ് എന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ബ്ലഷാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ, നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. ഭയങ്കര അഫോർഡബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു ഷിമ്മർ ഉണ്ട്, പക്ഷേ ചങ്കി ഷിമ്മർ അല്ല. അതിനുശേഷം സെയിം ഞാൻ ഹൈലൈറ്റർ എടുത്തിട്ട് എൻ്റെ ഹൈ പോയിന്റ്സ് ഓഫ് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. എൻ്റെ ചീക്കിൽ, എൻ്റെ നോസിൽ, എൻ്റെ ക്യൂപ്പിഡ് ബോളിൽ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ചിന്നിലൊക്കെ അപ്ലൈ ചെയ്യുകയാണ്, ഫോർഹെഡിൽ. അപ്പം പിന്നെ കൂടാണ്ട് എൻ്റെ നെക്കിൽ ആ ഒരു ബോണുണ്ടല്ലോ ആ സംഭവത്തിലും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇച്ചിരി ഈ ഒരു നെക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വൈഡാണ്. കാരണം ഇച്ചിരി വൈഡ് നെക്ക് ഇടുമ്പോൾ നമുക്ക് ആ ഒരു ബോളിലും കൂടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി നമ്മൾ മാലയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, വളരെ എന്താ പറയുക നെക്ക് വളരെ ഫ്രീ ആയിട്ട് വിടുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതിനുശേഷം ഞാൻ സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെയിം ബ്ലെൻഡർ വെച്ചിട്ട് ഞാനൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എക്സസ് ആയിട്ട് വല്ല ഓവറായിട്ട് എന്തെങ്കിലും പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് നന്നായിട്ട് ഈവൻ ആവാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ സൂപ്പർ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലാസ്റ്റാണ് ഞാൻ എപ്പോഴും ഐലാഷസും അതുപോലെ തന്നെ മസ്കാരയും വെക്കാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് മെയ്ബിലിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇതിൻ്റെ ആ വോണ്ട് ഞാൻ ചരിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം അങ്ങനെ ചരിച്ച് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. അല്ലെങ്കിൽ താഴത്തോ അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് എനിക്ക് സ്പീഡിൽ ചെയ്യുമ്പോൾ മുട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്നത്. അതൊരു അടിപൊളി ട്രിക്കാണ്. നിങ്ങൾക്ക് മസ്കാര ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഞാൻ ഈ മൈ ഗ്ലാമിൻ്റെ ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഈ ഷെയ്ഡ് വന്നിട്ട് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അടിപൊളി ഒരു കളറാണ്, നല്ല ഒരു പീച്ചി ഓറഞ്ചി കൈൻഡ് ഓഫ് കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നല്ലതായിട്ട് വാഷ് ഔട്ട് ഒന്നും ആവുന്നില്ല. എൻ്റെ ഷെയ്ഡുള്ളവർക്ക് വാഷ് ഔട്ട് ആവത്തേ ഇല്ല. സോ ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ കമ്മലൊക്കെ ഇട്ട് തലേന്ന് ആ ഹെയർ ബോ ഒക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സോ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ദീപാവലി മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും ഈ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. സോ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.